ഹലോ, അപ്പോൾ നമുക്കിന്ന് ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ബോൾസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോ ബോൾസ് നമ്മൾ ഈ ബിങ്കോസ്, മാഡ് ആംഗിൾസ്, അതുപോലെ തന്നെ ചീറ്റോസ് ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കഴിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് കെമിക്കൽ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലത്തെ ഒരു പൊട്ടറ്റോ ബോൾസ് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മീഡിയം സൈസ് പൊട്ടറ്റോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചത്. ഞാൻ വേവിക്കുമ്പോൾ അല്പം മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായി ഒരു മഞ്ഞ കളറ്. മഞ്ഞൾ ഇട്ട് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ അതിനി നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുകയെന്ന് വെച്ചാൽ ഒട്ടും തരിപ്പില്ലാതെ പൊടിച്ചെടുക്കണം, നല്ല സ്മൂത്തായിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് തൊടുമ്പോൾ മനസ്സിലാവണം ഒട്ടും തന്നെ കട്ടിയില്ലാതെ പൊടിച്ചെടുക്കണമെന്ന്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് കിട്ടും നമുക്ക്. ഇനി ഞാൻ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. മൈദ ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇനി കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് മൈദേൻ്റെ കൂടെ ഒരല്പം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. പക്ഷേ ഇത്ര ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ കോൺഫ്ലോർ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര കൂടി പോകാൻ പാടില്ല. 1 ടേബിൾ സ്പൂൺ ഈ ഒരു അളവിന് ചേർക്കാൻ പാടുള്ളൂ. പിന്നെ എല്ലാം നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ നല്ല സ്മൂത്ത് ബോളാക്കി എടുക്കുക. ബോളോ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക. ഇനി നമുക്കിത് എന്താ പറയുക, ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം, കുട്ടി ബോൾസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പോർഷൻ എടുത്തിട്ട് അത് കുഞ്ഞു ബോൾസാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇന്ന് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ മുഴുവനായിട്ട് ചെയ്താൽ നമുക്കിവിടെ ചിലവായില്ല. അപ്പോൾ കുറച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബാക്കി ബാലൻസ് ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിച്ചതാണ്, അതായത് ഫ്രീസറിൽ. അപ്പോൾ ഇത് കുഞ്ഞു ബോൾസാക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ കാണുമ്പോൾ വലിയ ബോൾസ് പോലെയുണ്ട്. പക്ഷേ ഇതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര വലിയ ബോൾസൊന്നുമല്ല. വീഡിയോയിൽ അങ്ങനെ കാണുന്നതാണ്, എന്താ അങ്ങനെ അറിയില്ല. അപ്പോൾ ചെറിയ ബോൾസാക്കി എടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മുളക് പൊടിയോ ഉപ്പോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയതിന് ശേഷം നമുക്കതൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ ഉപ്പൊക്കെ എന്താ പറയുക, നമ്മുടെ ഈ സ്നാക്കൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് എണ്ണ ഇട്ട് കൊടുക്കണം. കാരണം വെച്ചാൽ ഒരുമിച്ചിട്ട് കൊടുത്താൽ അത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞോ ഉള്ളു വെന്തിട്ടില്ല. അപ്പോൾ ഇപ്പം നല്ല ക്രിസ്പി ആയിട്ട്, ഇനി കുറച്ചും കൂടെ നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ആവും. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെറ്റ്. ഇനി എനിക്കിതുപോലെ 2-3 സെറ്റ്, ഒരു 3 സെറ്റ് ഉണ്ട്. ഇതുപോലെ ഇനി 2 കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം വേഗം തന്നെ, ചൂടോടെ തന്നെ. അപ്പോൾ ഇനി ഇത് നമ്മൾ നന്നായിട്ട് എണ്ണ വരാൻ വെക്കണം. എണ്ണ നന്നായിട്ട് എന്താ പറയുക, അതിൻ്റെ അകത്തുനിന്ന് പോവുകയും വേണം. അതുപോലെ തന്നെ ഒട്ടും തന്നെ ചൂട് അല്പം ഉണ്ടാവുക വേണം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് വാർന്നു കഴിഞ്ഞ ശേഷം ഞാൻ അതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അല്പം എന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് എരിവും കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചാറ്റ് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് അതില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ട് കൊടുക്കാത്തത്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്ത സെറ്റ് ആക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട്, നല്ല സ്പൈസി ആയിട്ട്, നല്ല ഉള്ളിൽ മധുരം പുറത്ത് ഉപ്പുമായിട്ടുള്ള നല്ല ഫ്ലേവറായിട്ടുള്ള നല്ല ഫ്രഞ്ച് പൊട്ടറ്റോ ഫ്രൈസ് നല്ല റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ.